കാസർഗോഡ് സ്വദേശിനിയായ 24 വയസ്സുകാരി ജസീരയുടെ അത്യന്തം വേദനാജനകമായ വിയോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ. ഏതൊരു മനുഷ്യൻ്റെയും നെഞ്ചു തകർക്കുന്ന ഒന്ന് തന്നെയായിരുന്നു അത്. മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ മാനസിക വിഷമവും അപവാദ പ്രചാരണങ്ങളുമാണ് ഈ യുവതിയെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചത്. ഇങ്ങനെയാണ് FIR വ്യക്തമാക്കുന്നത്. 9.5 പവൻ സ്വർണം മോഷ്ടിച്ചു എന്നാരോപിച്ച് ആദൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകപ്പെട്ടതിനെ തുടർന്ന് ജസീരയെ നിരന്തരം ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കി. താൻ നിരപരാധിയാണെന്ന് വ്യക്തമാക്കുന്ന വീഡിയോ ചിത്രീകരിച്ച ശേഷമാണ് ജസീല ജീവനൊടുക്കിയത്. വനിതാ പോലീസിന്റെ സാന്നിധ്യമില്ലാതെ തന്നെ ചോദ്യം ചെയ്തെന്നും തൻ്റെ ഭാഗം കേൾക്കാൻ പോലും പോലീസുകാർ തയ്യാറായില്ലെന്നും അവസാന വീഡിയോയിൽ ജസീല വേദനയോടെ പറഞ്ഞു വെക്കുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയെക്കുറിച്ചും അന്വേഷിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 2 കുഞ്ഞുമക്കളുള്ള ജസീല തൻ്റെ മക്കൾ ഇനി എങ്ങനെ ജീവിക്കുമെന്ന വേവലാതിയും വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട്. നിസ്സഹായായ ഒരു പെണ്ണിൻ്റെ അവസ്ഥ ആ വീഡിയോ കണ്ടവരുടെ എല്ലാവരുടെയും കരട് തന്നെ അത് തകർത്ത് കളഞ്ഞു. ബന്ധുക്കളും നാട്ടുകാരും ഒറ്റപ്പെടുത്തിയതിനുള്ള സങ്കടവും ആ യുവതിയെ തളർത്തി. ജസീലയുടെ മരണമൊഴിയുടെ അടിസ്ഥാനത്തിൽ സുഹൃത്തിനെയും മാതാപിതാക്കളെയും ചോദ്യം ചെയ്യുവാനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുകയാണ്. മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയാൻ സാധിച്ചു. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നറിയില്ല. വിദേശത്താണ് ജസീലയുടെ ഭർത്താവ്. ഈ ഭർത്താവിനെ അഫ്രീദ് എന്ന യുവാവ് വിളിച്ചുകൊണ്ട് തൻ്റെ ഭാര്യയുടെ നഗ്നചിത്രങ്ങൾ എൻ്റെ പക്കലുണ്ടെന്ന് പറഞ്ഞതാണ് ജസീലയുടെ ദാമ്പത്യ ജീവിതം തകരാനുള്ള പ്രധാന കാരണമെന്നാണ് ഈ പോസ്റ്റിൽ നിന്നും വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയത്. ജസീല ഈ അഫ്രീദിന് 2 പവൻ സ്വർണം കടമായി നൽകിയപ്പോൾ ഈ സ്വർണം തിരിച്ചു ചോദിക്കുമോ എന്ന ഭയത്താൽ ഇയാൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കഥയാണ് ഈ 9.5 പവൻ നഷ്ടമായി എന്നുള്ളത് ഈ പോസ്റ്റിൽ പറയുന്നു. ജസീലയുടെ ഉമ്മയുടെ വാക്കുകളിൽ പറയുന്നതെന്തെന്നാൽ, ജസീലയുടെ ഈ മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ടതിനെ തുടർന്ന് ഭർത്താവിൻ്റെ വീട്ടുകാർ ജസീലയുടെ വീട്ടിലെത്തുകയും ഭർത്താവിൻ്റെ ആധാർ കാർഡും മറ്റും വാങ്ങിച്ചു പോകുകയും 2 മക്കൾ ഭർത്താവിൻ്റേത് തന്നെയാണോ എന്ന് തെളിയിക്കാൻ DNA ടെസ്റ്റ് നടത്തണമെന്നൊക്കെ പറഞ്ഞതും ഈ യുവതിയെ തളർത്തിക്കളഞ്ഞു. എന്താണ് ഒരു പെണ്ണിന് സംഭവിച്ചത് നോക്കൂ. മോഷണ ആരോപണ കുറ്റത്തിനു ശേഷം ജസീലയെ മോഷ്ടാവായി മുദ്ര കുത്താൻ അഫ്രീദും കുടുംബവും അപവാദ പ്രചരണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഇത് ഈ പെണ്ണിന് വലിയ വേദന തന്നെ ഉണ്ടാക്കി. അതിനെ തുടർന്നാണ് ഈ സഹോദരി തൻ്റെ ജീവൻ അവസാനിപ്പിച്ചത്. 2 മക്കളെ പോലും ആലോചിക്കാതെ. ജസീലയുടെ ഉമ്മ പറയുന്ന വാക്കുകൾ കേട്ടു നോക്കൂ. ജസീലയുടെ മരണശേഷം ഉമ്മ ഉമ്മ എന്ന് വിളിച്ചു കരയുന്ന ഈ 2 മക്കളുടെ വേദന ആർക്കാണ് മാറ്റി നൽകാനാവുക? ഉമ്മയ്ക്ക് പകരമായി ഇവർക്ക് എന്ത് നൽകാൻ കഴിയും? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് മതിയായ ശിക്ഷ നൽകണം. ജസീലയുടെ നിരപരാധിത്വം ലോകം കാണണം. എന്നെ പറയുന്നത് ഉമ്മ വിശ്വസിച്ചായിരുന്നു. ഞങ്ങൾക്ക് എൻ്റെ മോളെ വിശ്വാസം ഉണ്ടോ ഉറപ്പ് എടുക്കല. അഫ്രീദിൻ്റെ ഉമ്മ വന്നിട്ട് ഭയങ്കര പ്രശ്നമാക്കിന്, ഞങ്ങളോട് പ്രശ്നമാക്കിന്. ആരാണ് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്? അഫ്രീദിൻ്റെ ഉമ്മ ഒരു ചേച്ചു. പിന്നെ ഭർത്താവിൻ്റെ ഉമ്മാനും പെങ്ങളെ കൂട്ടിയിട്ട് ഞാൻ വന്നിന്. എന്നിട്ട് ഭർത്താവിൻ്റെ ഉമ്മ പുതിയ ആപ്പിളിൻ്റെ ആധാര കാർഡ് ID കാർഡെല്ലാം കൊണ്ടുപോയി പിള്ളേരെ DNA ടെസ്റ്റ് എടുക്കണമല്ലേ. ഇത് ഓറപ്പുറപ്പുറ പ്രശ്നമായി. എൻ്റെ മോനിക്ക് ഗൾഫിന് എല്ലാവർക്കും വിളിച്ചിട്ട് എല്ലാം പറഞ്ഞിന്. സഹിക്കാൻ കഴിയായിട്ടാണ് എൻ്റെ മോൾ പോയത്.